ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിരുദം യോഗ്യതയായിട്ടുള്ളത് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാലറിയുമായിട്ട് ഒരു കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാനുള്ള ഒരു അവസരം നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓരോ വർഷവും 13 ലക്ഷത്തോളം രൂപ, അതായത് മാസത്തിൽ ഏകദേശം 1 ലക്ഷത്തോളം രൂപ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു ജോലിയാണിത്. ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. എന്താണ് എക്സാം, എങ്ങനെയാണ് എക്സാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ആ പൊതുമേഖലാ സ്ഥാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ECGC ആണ്. ECGC എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കൗൺസിൽ. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ജാനുവരി 1 മുതൽ തുടങ്ങിയിട്ടുണ്ട്. അവസാന തീയതി 31 തീയതിയാണ്. അപ്പോൾ 31 തീയതി എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസത്തിൽ ഇനി ഒരു 10-25 ദിവസം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതിനായിട്ട് മത്സരിക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ ജോബ് നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ പേ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 32,795 മുതൽ 62,315 വരെയൊക്കെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് അലവൻസുകളുണ്ട്. ഡിയർനസ് അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, അങ്ങനെ എല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു വർഷം 13 ലക്ഷം രൂപയാണ് CTC, കോസ്റ്റ് ടു ദ കമ്പനി വരുന്നത്. കമ്പനി നിങ്ങൾക്ക് ഏകദേശം 13 ലക്ഷത്തോളം രൂപയുടെ സൗകര്യങ്ങൾ നൽകുന്നതായിരിക്കും. അതായത് ഏകദേശം 1 ലക്ഷത്തോളം രൂപയുടെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ മാസം വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഓരോരോ ആൾക്കാർക്കും ഈ ഒരു ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ടാകും. എത്ര വേക്കൻസികളുണ്ട്, എന്തൊക്കെയാണ് പരീക്ഷയുടെ വിശദാംശങ്ങളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു വേക്കൻസി മാത്രം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് പരീക്ഷകളെ പോലെ ഒന്നും തന്നെയല്ല. ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ്, റിസൾട്ടിൻ്റെ ഡേറ്റ് എല്ലാം ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. അതായത് എപ്പോഴാണ് എക്സാം എന്നൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ജാനുവരി 31 വരെയാണെങ്കിൽ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ മാർച്ച് 14 പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ മാർച്ച് 14 തീയതിയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മാസത്തെ സമയം മാത്രമേ ഉള്ളൂ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റിസൾട്ട് തൊട്ടടുത്ത് തന്നെ മാർച്ച് 20 മുതൽ 31 വരെ വരും. ഇൻ്റർവ്യൂ ഏപ്രിലിൽ നടക്കും. ഡിക്ലറേഷൻ ഏപ്രിൽ മെയ്യിൽ നടക്കും. അതായത് ഈ അപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും റിസൾട്ട് വന്നിട്ടുണ്ടാവും, ജോലി നമ്മുടെ കയ്യിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജോലിക്ക് അപ്ലൈ ചെയ്യുക, പഠിച്ച് തുടങ്ങുക. നമുക്ക് നോക്കാം എത്ര വേക്കൻസി ഉണ്ട് എന്നൊക്കെ. വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ 59 വേക്കൻസികളുണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ റിസർവേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനറലിന് 25 ഉണ്ട്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 5 ഉണ്ട്, OBCക്ക് 16 ഉണ്ട്. OBC നോൺ ക്രിമിലെയറിനാണ് ഉള്ളത്. അപ്പോൾ പിന്നെ SCക്കും STക്കും 9, 4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ PHനും റിസർവ്ഡ് ചെയ്ത വേക്കൻസികളുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 59 വേക്കൻസികളുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന 25 സീറ്റുകളുണ്ട്. OBCക്ക് 16 സെപ്പറേറ്റ് കിട്ടും, 25 കൂടാതെ. അപ്പോൾ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ 5 ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പോൾ പ്രായം നോക്കുന്നത് 1/1/2021 മിനിമം 21 വയസ്സായിരിക്കണം. ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണ്. അപ്പോൾ 21 വയസ്സ്, മാക്സിമം 30 വയസ്സ്. ഇത് കൂടാതെ ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ആർക്കൊക്കെ? SC, ST, OBC എന്നിവർക്കൊക്കെ. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതേ റിലാക്സേഷൻ തന്നെയാണ്. ആ ഒരു റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ ജനിച്ചിരിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് ഡിഗ്രി ആവാം. BTech ആവാം, BA ആവാം, BCom ആവാം, ഇനി ഡോക്ടർ ആവാം, എന്തും ആവാം. ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് 31/1/2021 മുമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു വർഷം ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ റിസൾട്ട് വന്നിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ജനുവരി 31 മുമ്പേ ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഉറപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് എക്സാമിൻ്റെ രീതിയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയിൽ 2 സ്റ്റേജായിട്ടാണുള്ളത്. 2 സ്റ്റേജിൽ ഒന്നാമത്തെ സ്റ്റേജ് അതിൽ തന്നെ ഒരു എഴുത്ത് പരീക്ഷയും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്, MCQ ആണ്. ഇത് ഓൺലൈൻ പരീക്ഷയാണ്. അതിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ റീസണിങ് എബിലിറ്റി പറഞ്ഞാൽ നമ്മുടെ പാറ്റേൺ, കോഡ്, അങ്ങനത്തെയൊക്കെ 50 ചോദ്യങ്ങളുണ്ട്, 50 മാർക്കുണ്ട്, 40 മിനിറ്റ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും മറ്റുമൊക്കെ. കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 20 മാർക്ക് ഉണ്ടാവും. ജനറൽ അവെയർനെസ് ഉണ്ട്,
40 ചോദ്യങ്ങൾ 40 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് നമ്മുടെ മാത്സ് 50 ചോദ്യം 50 മാർക്ക്. അങ്ങനെ MCQ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 200 മാർക്കാണ്, 200 ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ ടോട്ടൽ 140 മിനിറ്റാണ്. 2 മണിക്കൂർ 20 മിനിറ്റ് ചോദ്യം ആണ്, പരീക്ഷയാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ എന്തുണ്ടാവും, ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു എസ്സേ എഴുതാൻ പറയും. 2 ചോദ്യം നിന്നിട്ട് ഒരു എസ്സേ എഴുതാൻ പറയും. അതിന് 20 മാർക്ക് ഉണ്ട്. പ്രിസൈസ് റേറ്റിംഗ് ഉണ്ട്. 1 ഔട്ട് ഓഫ് 2 ഗിവൺ ഓപ്ഷൻ. 2 ചോദ്യങ്ങളിൽ നിന്ന് ഒരു പാരഗ്രാഫ് പ്രിസൈസ് എഴുതാൻ വേണ്ടി പറയും. അതിനും 20 മാർക്ക് ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 40 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ 2 ചോദ്യങ്ങളും എഴുതണം. അപ്പോൾ രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 മാർക്കാണ് നെഗറ്റീവ് മാർക്ക്. അതായത് നിങ്ങൾ തെറ്റായിട്ട് മാർക്ക് ചെയ്ത നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിൽ കൊച്ചി എക്സാമിനേഷൻ സെൻറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ അപ്ലൈ ചെയ്യാം. കേരളത്തിൽ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഇനി നോക്കേണ്ടത് മൂന്നാമത്തെ സ്റ്റേജായ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജായ ഇൻ്റർവ്യൂ. അതായത് 2 പരീക്ഷകൾ കഴിഞ്ഞ് ഇൻ്റർവ്യൂ. ആ ഒരു ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ മുംബൈയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ടെൻറ്റേറ്റീവ് ഷെഡ്യൂളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏപ്രിൽ മാസത്തിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് 60 മാർക്കാണുള്ളത്. അതിൽ 60 മാർക്കിൽ കിട്ടുന്ന മാർക്കും കൂട്ടിയിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത്. അപ്പോൾ കമ്പൈൻഡ് ഫൈനൽ സ്കോറാണ്, മൊത്തം മാർക്കും കൂട്ടിയതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. അതിൽ വെയിറ്റേജ് ഉണ്ട്. ഓൺലൈൻ എക്സാമിനേഷന് 80% വെയിറ്റേജും ഇൻ്റർവ്യൂവിന് 20% വെയിറ്റേജും. അതായത് എല്ലാ സ്റ്റേജിലും നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ നോക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ ഇവർ ആൾക്കാരെടുക്കും. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കേരള PSC പോലെ നമ്മൾ 3 വർഷമോ 2 വർഷമോ ഒന്നും കാത്തിക്കേണ്ടി വരില്ല. അതായത് 6 മാസത്തിനുള്ളിൽ പരിപാടികളെല്ലാം തീരും. പരിപാടികളെല്ലാം തീരുമെന്ന് വെച്ചാൽ ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മുടെ സിലബസ് നോക്കുക, പഠിക്കാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് KS ഇൻസൈറ്റ്സിൻ്റെ ക്ലാസ്സുകൾ ഉപയോഗിക്കാം. ജനറൽ സ്റ്റഡീസ് മറ്റിന് വേണ്ടിയിട്ട് സാധാരണ SSC CGL ഒക്കെ സ്റ്റാൻഡേർഡിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ SSCയുടെ CGL ഉണ്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. ഈ ഒരു സ്റ്റാൻഡേർഡ് തന്നെ ആവാനാണ് സാധ്യത. കാരണം ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിന് ഫീ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീ ഉണ്ട്. SC ST PWDക്കാണെങ്കിൽ 125 രൂപ, മറ്റുള്ളവർക്കാണെങ്കിൽ 700 രൂപ ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 700 രൂപ കണ്ട് നിങ്ങൾ ഇതാക്കണ്ട. കാരണം 59ഓളം വേക്കൻസികളുണ്ട്. നിങ്ങൾക്ക് അതിൽ ഒറ്റ വേക്കൻസി മാത്രമേ വേണ്ടൂ. നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ അപ്ലൈ ചെയ്യുക, പഠിക്കാൻ വേണ്ടി തുടങ്ങുക. കാരണം ഒരു ഡിഗ്രി പഠിച്ച ഒരാൾക്ക് ഇത്രയും വലിയൊരു സാലറി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചില്ലറ കേസല്ല. കാരണം സാധാരണ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ ഉണ്ടാകുമ്പോഴാണ്, ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിൽ ഇത്രയും സാലറി കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലികളിൽ ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക, അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. വേറെ ഒന്നും നോക്കേണ്ടതില്ല. എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നോക്കിക്കഴിഞ്ഞാൽ ECGCയുടെ വെബ്സൈറ്റിൽ തന്നെ പോയാൽ മതി. അപ്പോൾ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ecgc.in/English. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ഇംഗ്ലീഷ് എന്ന് കൊടുക്കാൻ, കാരണം അവരുടെ വെബ്സൈറ്റ് ഡീഫോൾട്ടായിട്ട് ഹിന്ദിയിലാണ്, അതായത് ഹിന്ദി ലാംഗ്വേജിലാണുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ ഇംഗ്ലീഷ് എന്ന് ഇട്ട് കൊടുത്താൽ ഇംഗ്ലീഷിൽ വെബ്സൈറ്റ് വരും. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ ഈ വലതുവശത്ത് നോക്കുന്നുണ്ടാകും, അവിടെ ഹിന്ദി എന്ന് കാണണം, അവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതണം, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ ദ അഡ്വർടൈസ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് കാണാം അനൗൺസ്മെൻറ്റ് സെക്ഷനിൽ. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. IBPSൻ്റെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ പഠിക്കുക, തയ്യാറാവുക. ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഉപകാരപ്പെടുക. കാരണം എല്ലാവരും മത്സരിക്കട്ടെ, കാരണം ഏറ്റവും കഴിവുള്ളവർക്ക് ജോലി കിട്ടട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.